നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ഭഗവത്ഗീത. ഭഗവത്ഗീതയിലെ അർജുന വിഷാദയോഗമെന്ന പ്രഥമ അധ്യായത്തിലെ 45-ാമത്തെ ശ്ലോകമാണ് നാം ചർച്ച ചെയ്യുന്നത്. പ്രിയമുള്ള പ്രേക്ഷകർ, ആദ്യം ശ്ലോകം ശ്രദ്ധിക്കുക. അഹോ ബദമഹത് പാപം കർത്തും വ്യവസിതാ വയം യദ്രാജ്യസുഖലോഭേന ഹന്തും സ്വജനമുദ്യതാഹ. ഇനി ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. അഹോ ബദ മഹത് പാപം കർത്തും വ്യവസിതാഹ വയം യത് രാജ്യസുഖലോഭേന ഹന്തും സ്വജനം ഉദ്യതാഹ. ഇനി ശ്ലോകത്തിന് അന്വയം ശ്രദ്ധിക്കുക. അഹോ ബദ വയം മഹത് പാപം കർത്തും വ്യവസിതാഹ യത് രാജ്യസുഖലോഭേന സ്വജനം ഹന്തും ഉദ്യതാഹ. ഇനി ഈ ശ്ലോകത്തിൻ്റെ സാരാംശം പ്രിയമുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കുക. ഈ ശ്ലോകം കഴിഞ്ഞാൽ അടുത്ത ശ്ലോകത്തോടുകൂടി അർജുന വിഷാദയോഗം എന്ന 1-ാം അധ്യായം സമാപിക്കുകയാണ്. ഇവിടെ മുഴുവനും അർജുനൻ്റെ വിഷാദങ്ങളാണ്, സംശയങ്ങളാണ്. സ്വർഗവും നരകവും കൂടുതൽ ശ്ലോകങ്ങളിലും വർണ്ണസങ്കരം മൂലം സ്ത്രീകൾ നശിക്കുന്നു, കുലം നശിക്കുന്നു. അതിനാൽ നരകത്തിലെത്തുന്ന പിതൃക്കൾക്ക് മോക്ഷം കിട്ടാതെ അവർ നരകത്തിൽ തന്നെ നിൽക്കേണ്ടുന്ന അവസ്ഥയൊക്കെയാണ് കഴിഞ്ഞ ശ്ലോകങ്ങളിലൊക്കെ ചർച്ച ചെയ്തത്. ഇനി ശ്ലോകത്തിൻ്റെ സാരാംശം ശ്രദ്ധിക്കുക. ഈ യുദ്ധ സന്നാഹത്തിലൂടെ, യുദ്ധത്തിന് തയ്യാറെടുത്തതിലൂടെ ഒരു മഹത് പാപം ചെയ്യാനാണല്ലോ ഞങ്ങൾ തുനിഞ്ഞിറങ്ങിയത്. അയ്യോ, കഷ്ടം തന്നെ. സ്വജനങ്ങളെ യുദ്ധത്തിൽ വധിച്ച് രാജ്യം ലഭിച്ച് യാതൊരു പ്രയോജനവുമില്ലാത്ത ഒരു യുദ്ധത്തിനാണല്ലോ ഞങ്ങൾ ഒരുങ്ങിയിരിക്കുന്നത്. രാജ്യം നേടാനും രാജ്യസുഖത്തിലുള്ള അത്യാഗ്രഹം മൂലം സ്വന്തം ജനങ്ങളെ വധിക്കുവാൻ ഞങ്ങൾ ഒരുമ്പെട്ടുവല്ലോ, കഷ്ടം തന്നെ എന്നാണ് അർജുനൻ ഈ ശ്ലോകത്തിലൂടെ കൃഷ്ണനെ ബോധിപ്പിക്കുന്നത്. നമസ്തേ.